അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ഇപ്പോൾ ഭയങ്കര പേടിയിലും ബേജാറിലുമാണല്ലോ ഉള്ളത്. നമ്മുടെ ഈ ലോകത്തിപ്പോൾ സമാധാനത്തോടെ കിടന്നുറങ്ങിയാൽ കണ്ണു തുറക്കുമ്പോൾ സമാധാനം ഉണ്ടാവില്ല, ആ ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു പ്രതിസന്ധിയിൽ ഗൾഫ് കൺട്രിയിൽ ഉണ്ടാവുന്ന ഈ യുദ്ധത്തിനെ തൊട്ടിട്ട്, കാവലിനെ തൊട്ടിട്ട് നമുക്ക് തേടാം. ഈ ഒരു റമദാൻ മാസത്തിൽ ഇത്രയും അധികം ഗൾഫ് കൺട്രിയെ ഭയപ്പെടുത്തുന്ന രീതിയിൽ യുദ്ധമുണ്ടാവുമ്പോൾ നമ്മൾ എങ്ങനെ മനസ്സമാധാനത്തോടെ കുത്തിരിക്കും? നമ്മുടെ ഭർത്താവ്, മക്കള്, ഉപ്പ, സഹോദരന്മാർ, ഇവരൊക്കെ ഗൾഫ് കൺട്രിയിലില്ലേ? അധിക പേരുടെയും എല്ലാ കുടുംബക്കാരും ഗൾഫിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവർക്ക് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് ദുആ ചെയ്യണ്ടേ? അള്ളാഹു നമ്മുടെ ദുആ കേൾക്കും. നമ്മൾ എല്ലാവരും കൂടി കൈകൾ ഉയർത്തി കഴിഞ്ഞാൽ, ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദുആ അള്ളാഹു കേൾക്കും. അത് ഉറപ്പാണ്. അള്ളാഹു നമ്മളെ തട്ടിക്കളയില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ദുആ ചെയ്യണം. അള്ളാഹുവിനോട് ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ട് നമ്മൾ പ്രയാസങ്ങളിൽ നിന്ന് അകന്നു കിട്ടാനുള്ള ദിക്റ് എല്ലാവരും കൂടി മനസ്സറിഞ്ഞ് ചൊല്ലിയിട്ട് ദുആ ചെയ്യണം. നമ്മൾ ചൊല്ലേണ്ട ആ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ഒരു ദിക്റ് എല്ലാവരും കഴിയുന്നവർ 313 അല്ലെങ്കിൽ 1444 തവണ ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. എന്നിട്ട് പടച്ച റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. അത്രയ്ക്കേറെ ഞാനും പലരും ടെൻഷനിലാണുള്ളത്. നമ്മുടെ ഉറ്റവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഗൾഫിൽ പോയി നിന്നിട്ട് കഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ കൂടെ പിറപ്പുകൾ. അവരാണ് ആ ഗൾഫ് രാജ്യത്തുള്ളത്. അപ്പോൾ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. എല്ലാ മുഅ്മിനീങ്ങളെയും പടച്ച റബ്ബ് കാത്ത് സംരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. നമ്മളെല്ലാവരും ഈ ഒരു ദിക്റ് 1444 തവണ അല്ലെങ്കിൽ 313 തവണ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ, എല്ലാവരും കൂടി ചൊല്ലുമ്പോൾ വലിയൊരു സംഖ്യയായിട്ട് മാറും. അപ്പോൾ ഈ ഒരു സംഖ്യ എല്ലാവരും ചൊല്ലിയതും കൂടി പടച്ച റബ്ബിൻ്റെ മുന്നിൽ ഒരേ കാര്യം ചോദിക്കുമ്പോൾ, എല്ലാവരും ഒരേ ദിക്റ് ചൊല്ലി ഒരേ കാര്യം പടച്ച റബ്ബിനോട് ആവശ്യപ്പെടുമ്പോൾ പടച്ച റബ്ബ് നമ്മുടെ ദുആ തട്ടിക്കളയില്ല എന്ന് ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. റമദാൻ മാസമല്ലേ, നമ്മുടെ ദുആ പടച്ച റബ്ബ് സ്വീകരിക്കും. രാവെന്നോ പകലെന്നോ ഇല്ലാതെ എല്ലാവരും ദുആ ചെയ്യുക. അത് മാത്രമാണ് പറയാനുള്ളത്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ആകെ വിഷമത്തിലാണ് എല്ലാവരും, പേടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ദുആ ചെയ്യുക. അത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു ഓർമ്മപ്പെടുത്തുകയാണ്. ദിക്റുകൾ ചൊല്ലി അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തുക. ആരുടെ ദുആയാണോ അള്ളാഹു സ്വീകരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവർക്കും വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. പരസ്പരം ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആ പടച്ച റബ്ബ് കാണട്ടെ. ഈ ഒരു യുദ്ധത്തിൻ്റെ ഭീതിയിൽ നിന്ന് പടച്ച റബ്ബ് നമ്മളെ എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.